ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ കൊലപാതക ശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഈ പറഞ്ഞ രാഹുലിന്റെ വീട്ടുകാർ അമ്മയും അനിയത്തിയും ചേച്ചി അവരൊക്കെ കൂടിയിട്ട് മീഡിയക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ കാണാൻ ഇടയുണ്ടായി. അതിൽ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയണം അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. രാഹുലിന്റെ അമ്മ ഈ പറയുന്ന നിമേന്റെ മുകളിൽ ചുമത്തിയിട്ടുള്ള ഏറ്റവും വലിയ അലിഗേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിമയ്ക്ക് കല്യാണ ശേഷം മുന്നേയും ശേഷവും 3 കാമുകന്മാരുണ്ട്. ആ കാമുകന്മാരുമായിട്ടുള്ള മെസ്സേജ് അയക്കൽ ചാറ്റിങ് രാഹുൽ പൊക്കിയതിന്റെ പുറത്താണ് മൂക്കടിച്ച് പൊളിച്ചതും ചുണ്ട് തെച്ച് പൊളിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചതും എന്നൊക്കെയുള്ളത്. പിന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സത്യമാണെങ്കിൽ, ഈ പറയുന്ന രാഹുലിന്റെ അമ്മ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ രാഹുൽ ചെയ്യേണ്ടിയിരുന്നത് തച്ചാപ്പണ്ണിന്റെ കണ്ണ് പൊളിക്കുകയല്ല വേണ്ടത്. അപ്പൊ തന്നെ ഈ പറയുന്ന നിമേന്റെ അച്ഛനെ വിളിക്കുക, ഇങ്ങനെ പറയാ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ എന്തായാലും മോളെ വീട്ടിൽ കൊണ്ടുവിടുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, ഇവര് ലീഗലി പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഓൾറെഡി മാരീഡ് ആണ്, അത് ഡിവോഴ്സ് ആയിട്ടില്ല. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിലാണ്, എനിക്ക് നിയമം മാറിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഡിവോഴ്സ് ആവാണ്ട് വേറെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ എന്തായാലും കൊണ്ടുവിടുന്നതിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ലീഗലി ഇവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റും മണ്ണാങ്കട്ടയൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പം വീട്ടിൽ കൊണ്ടുവിടുക, അതവിടെ അവസാനിപ്പിച്ചിട്ട് പോവുക. അല്ലാണ്ട് ആ കുട്ടീനെ എടുത്തിട്ട് അലക്കുക എന്ന് പറയുന്നത് 100% തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് രാഹുൽ. ദെൻ വന്നിട്ട് രാഹുലിന്റെ അമ്മ പറയുന്നു, അവള് 12 മണിക്കും ഒക്കെയാണ് 10 മണിക്കും 12 മണിക്കൊക്കെയാണ് എണീക്കുന്നത്, ഞങ്ങളോട് മിങ്കിളാവുന്നില്ല, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ എവിടെയും വരുന്നില്ല, പണിയെടുക്കാൻ സഹായിക്കുന്നില്ല. ഇതൊക്കെ സ്ഥിരം ക്ലീശ അമ്മായിയമ്മ ഡയലോഗുകളാണ്. മനസ്സിലായില്ലേ? സ്ഥിരം എനക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടേ. ഓക്കെ, അപ്പം ഇതൊക്കെ സ്ഥിരം ക്ലീശ ഡയലോഗുകളാണ്. അമ്മായിയമ്മമാരും നാത്തൂന്മാരും ഒക്കെ അടിക്കുന്ന ഡയലോഗുകളാണ്. വന്ന് കയറിയിട്ട് ഒരാഴ്ച കുട്ടി ആയിട്ടുള്ളൂ, അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾ അടുക്കളയിൽ കയറണം, പണിയെടുക്കണം. പണി തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ സൈഡിൽ നമുക്ക് വെക്കാം. രണ്ടാമത്, ഈ ഒരു കേസിൽ എന്താ പറയാ, ആർക്കും തെളിവുകളും കാര്യങ്ങളും സത്യാവസ്ഥയും തേടി വേറെ എവിടെയും പോകണ്ട എന്നുള്ളതാണ്. രാഹുലിന്റെ അമ്മ തന്നെ എല്ലാം പറയുന്നുണ്ട്. അടിച്ചിട്ടുണ്ട്, മോൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, പക്ഷെ അടിക്കാനുണ്ടായ സാഹചര്യം ഇതാണ്. അവൾക്കുള്ള 3 കാമുകന്മാരാണ്. അപ്പം പറയുന്നുണ്ട്, രാഹുലിന്റെ അമ്മ പറയുന്നുണ്ട്, ഈ പറയുന്ന നിമേന്റെ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട് 3 കാമുകന്മാർ മുന്നേ ഉണ്ടായിരുന്നു, അതിലൊരാൾ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചില്ല, ബാക്കി 2 പേരുടെയും ജാതകം ഒക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ സമ്മതിക്കാതിരുന്നത്. അപ്പോൾ അത് ആള് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് രാഹുലിന്റെ അമ്മ പറയുന്നത്. ദെൻ വന്നിട്ട് ഇവർ ചോദിക്കുന്നു, രാഹുൽ മുന്നേ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്, 2 സ്ത്രീകളെ പറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ആദ്യം പറയുന്നത് എനിക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല, പറ്റിച്ചിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആണ് കഴിഞ്ഞത്, പക്ഷെ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. അത് അമ്മ ചിലപ്പം ബബ്ബ അടിച്ച് പറയാണ്ട് വായിന്ന് വീണതായിരിക്കും. അപ്പൊ രാഹുൽ ഓൾറെഡി മാരീഡ് ആണ്, അത് ഡിവോഴ്സ് ആവാണ്ടാണ് നീമേനെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പൊ നീമേനോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് രാഹുലിന്റെ അമ്മ പറഞ്ഞത്. അപ്പൊ നീമ ഇതൊന്നും പ്രശ്നമില്ല, എനിക്ക് എന്റെ രാഹുലേട്ടനെ മാത്രം മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ്. ചിലപ്പം കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം, അത് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള പ്ലാൻ ആയിരിക്കാം നിമക്ക് ഉണ്ടായിട്ടുണ്ടാവുന്നത്. ഈ പറയുന്ന ഇതൊക്കെ ഇവർ പറയുന്നതാണ്. രാഹുൽ എന്തായാലും നാട് വിട്ടിട്ടുണ്ട്. അതിൽ ഞാൻ 2 ഓപ്ഷൻസ് ഞാൻ പറയാം, അതിന്റെ 2 ചാൻസസ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ഗാർഹിക പീഡനം എന്നുള്ള സെക്ഷനൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെ വക്കീൽ പറയും നമ്മളുടെ അടുത്ത് ഒന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ ജാമ്യം കിട്ടുന്നത് വരെ ഒന്ന് നാട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയും. അത് ഒന്നാമത്തെ ചാൻസ് ആണ്. രണ്ടാമത്തെ ചാൻസ്, ഈ അമ്മ പറയുന്നതൊക്കെ കള്ളത്തരമാണ്, സ്ത്രീധനത്തിന്റെ പേരിലായിരിക്കാം അവൻ ഇടിച്ചത്, അപ്പൊ അത് പേടിച്ചിട്ട് എനിക്കും കിരണിന്റെ ഒക്കെ ഗതി വരുമോ എന്നുള്ള ഒരു പേടി കാരണം മുങ്ങിയതായിരിക്കാം. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന നിമ എന്ന് പറയുന്ന കുട്ടി 3 കാമുകന്മാരെ വെച്ചിരിക്കെ രാഹുലുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഇവർ മീഡിയന്റെ മുന്നിലൊന്നും വരാൻ ധൈര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്.
കാരണം ഇന്ന് ഇപ്പം ഇത്രയും ഡിജിറ്റൽ യുഗത്തിൽ അവൾ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. ഞാൻ എൻ്റെ കമന്റ് ബോക്സിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയോ കമന്റ് ഇട്ടതിന്റെ താഴെയാണോ ആരോ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ എഡ്യൂക്കേറ്റഡ് ആണ്, ആള് പിന്നെ ജോബും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്നുള്ളത്. ചെറിയ കുട്ടിയൊന്നുമല്ല, 18 വയസ്സുള്ള കുട്ടിയൊന്നുമല്ല, ആള് വർക്കിംഗ് വുമൺ ആണ്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം ഇത് കേസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മീഡിയയിൽ ഇത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മീഡിയക്ക് ഇന്റർവ്യൂസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അന്വേഷണമാവും, കേസാവും. അത് കഴിഞ്ഞിട്ട് ഇതെന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 3 കാമുകന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും, ചെക്ക് ചെയ്യുന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാം. മണ്ടന്മാരൊന്നുമല്ലല്ലോ, എന്തായാലും ന്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ അത് കണ്ടെത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇതിലിപ്പം ഗാർഹിക പീഡനം ആണെങ്കിൽ ഈ പറയുന്ന രാഹുൽ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിലും ശിക്ഷിക്കപ്പെടണം. മനസ്സിലായില്ലേ? അവള് 3 കാമുകന്മാരുണ്ടെങ്കിൽ അവൾ ചെയ്തത് നല്ല അന്തസ്സായ കാര്യമാണെന്നല്ല, തെണ്ടിത്തരമാണ്, തന്തയില്ലാത്തരമാണ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. പക്ഷെ മേത്ത് കൈവെക്കുന്ന മോശമാണ്, ആരായെങ്കിലും മേത്ത് കൈവെക്കുന്ന മോശമാണ്. നാളെ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മിണ്ടാണ്ട് വീട്ടിൽ കൊണ്ടുവാക്കുക. അത് വിഷമം ഉണ്ടാവും, കാരണം നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആൾ ഒരാഴ്ചയിൽ നമ്മൾ 3 കാമുകന്മാരുണ്ടെന്നൊക്കെ അറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മനസ്സിനൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് തല്ലിയല്ല തീർക്കേണ്ടത്, ആ ബന്ധം അങ്ങ് ഒഴിവാക്കി തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നോക്കാം എന്താവും ഏതാവും എന്നുള്ളത്. രാഹുൽ പൊങ്ങുമോ, അല്ലെങ്കിൽ രാഹുലിന്റെ അമ്മയ്ക്കും വീട്ടുകാർക്കും പിന്നെ ഇവർ നടത്തിയ വേറൊരു അലിഗേഷനാണ് നിമ നല്ല രീതിയിൽ മദ്യപിക്കും എന്നുള്ളത്. നിമ മദ്യപിക്കുന്ന ഒരാളാണെന്നുള്ളത്. എൻ്റെ പൊന്ന് രാഹുലിന്റെ അമ്മേ, ആരോടായാലും ഇന്നത്തെ കാലത്ത് മദ്യപിക്കാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ കുറവാണ്. കുറച്ച് വളരെ നല്ല ആൾക്കാരല്ലാണ്ട് ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഉണ്ട് ഇപ്പം കുട്ടികൾ ഹോസ്റ്റലിൽ പിന്നെ പുറത്തൊക്കെയാണ് പോയാണ് പഠിക്കുന്നത്. അപ്പം ഈ പിന്നെ വെള്ളം അടിക്കാനൊക്കെ പഠിക്കുന്നുണ്ട്. രാഹുലിന് ഇതൊക്കെ അറിയുന്നുണ്ടാവുമായിരിക്കുമല്ലോ അമ്മേ. രാഹുൽ വെറുതെ ഇന്ന് കണ്ട് റോട്ടിൽ കാണുന്ന ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വന്നൊന്നല്ലല്ലോ. ഇവർ സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ രാഹുലും എൻ്റെ സെയിം വൈബാണല്ലോ, ജില്ലടാ സെറ്റടാ ജിയസടാ അങ്ങനെ കൂട്ടിക്കൊണ്ടതാവാം. അപ്പൊ അതൊന്നും ഒരു എന്താ പറയാ പറയേണ്ട ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. മദ്യപിച്ചിട്ട് മെസ്സേജ് അയച്ചത് അങ്ങനെയൊന്നുമല്ലല്ലോ. മദ്യപാനിയാണ് അല്ലെങ്കിൽ മദ്യപിക്കും നിമ എന്നൊക്കെ പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്തായാലും വരട്ടെ. അപ്പൊ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി സംസാരിക്കാം. നിമ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സൈബർ സെല്ലുകാരും കേരള പോലീസും തെളിയിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ.